കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി ചാനൽ ചർച്ച ജനങ്ങളെ പാട്ടിലാക്കാൻ അല്ലെങ്കിൽ കുപ്പിയിലാക്കാൻ പുതിയ മോഹന വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ആ തട്ടിക്കൂട്ട് സെറ്റപ്പുമായിട്ട് ചർച്ചയ്ക്ക് വന്ന് കയറിക്കൊടുത്തു ആര്? ജിൻഡോ ജോൺ. ഒടുവിൽ ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി ഓടിക്കളയാൻ പറ്റാത്ത അവസ്ഥയായി. ചില ചോദ്യങ്ങൾ ഇതുപോലെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യാജ വാഗ്ദാനങ്ങൾ അവിടെ തന്നെ വീണുടയുന്നത് കാണാം. നമ്മുടെ നാട്ടിലെ മനുഷ്യർ നോർത്ത് ഇന്ത്യയിലെ മനുഷ്യരെ പോലെ ആണെന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. കാര്യം അവർക്ക് അതിൽ വേർതിരിവില്ലല്ലോ. എങ്ങനെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ കച്ചവടം കൊഴുപ്പിക്കാം, അതിന് ഏതെങ്കിലും തരത്തിൽ ചില വാഗ്ദാന പെരുമഴകൾ നടത്തിക്കഴിഞ്ഞാൽ അതിലൂടെ ജനങ്ങളെ പാട്ടിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നിടത്താണ് ഇന്നലെ ഈ ചർച്ചയിൽ തിരിച്ചുണ്ടായ ചില ചോദ്യങ്ങളിൽ അവതാരക ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കോൺഗ്രസ് നേതാവിന് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഉറപ്പായിരുന്നു ഫ്ലോറിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞേനെ. ആണ് കേരളം ഭരിക്കുന്നത്. ഈ സർക്കാർ ഇനി എവിടെ നിർത്താൻ കൊടുക്കുക? സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചവല്ലോ ഒന്നുമില്ലല്ലോ. വിജ്ഞാനോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ ഒന്നുമില്ലല്ലോ. ലോക സമാധാനത്തിന് 2 കോടി രൂപ മാറ്റിവെച്ചല്ലോ. എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് പറ്റാത്തത്? അവിടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പദ്ധതിയുടെ കുറ്റം കണ്ടെത്താതെ നിങ്ങൾക്ക് ഈ 10 വർഷം കിട്ടിയിട്ടും എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ കാരണമല്ലേ പരിശോധിക്കേണ്ടത്? അതല്ലേ CPM പരിശോധിക്കേണ്ടത്? ശരി, ശ്രീ PK ഗോപനാഥിനുള്ള മറുപടി. ശ്രീമതി ആര്യ, 19 മിനിറ്റാണ് കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ചത്. എനിക്ക് അങ്ങ് തന്നത് 3 മിനിറ്റാണ്. ഒരു KSRTCയുടെ 2 കാര്യം പറഞ്ഞപ്പോഴേ അടുത്തതിലേക്ക് ഞാൻ കടക്കാൻ സമ്മതിക്കാതെ ചർച്ച കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ അവർ കേരളം ഭരിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് 90-ന് ശേഷം KSRTCക്ക് ഉണ്ടായ നഷ്ടമാണ്. അങ്ങനെ 35 കൊല്ലത്തിന് ശേഷം ആദ്യമായി നഷ്ടവും ലാഭവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് KSRTC എത്തിച്ചിട്ടുണ്ട്. ചവറ KMML 230 കോടി രൂപ ലാഭത്തിലേക്ക് എത്തി. ചവറ KMML സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ അന്ന് വ്യവസായ വകുപ്പ് ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് ടെൻഡർ ക്ഷണിച്ചിരുന്ന നാം കൂടെ ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ഇന്ന് 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയും അതിന്റെ ലാഭവിഹിതം സംസ്ഥാന ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പിന് നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരിക്കുകയും ഇവർ നേരത്തെ കേരളത്തിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നു എന്നുള്ള തെളിവ് മാത്രമല്ല, നിലവിൽ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാൻ കഴിയാതെ വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതിന്റെ അഖിലേന്ത്യാ നേതാവാണ് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ മണ്ടത്തരങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. ഇനി ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. കർണാടകത്തിൽ എത്ര പെൻഷൻ കൊടുക്കുന്നേ? കോൺഗ്രസ് ഭരിക്കുകയാണല്ലോ. ഹിമാചലിൽ എത്ര പെൻഷൻ കൊടുക്കുന്നേ? തെലങ്കാനയിൽ എത്ര പെൻഷൻ കൊടുക്കുന്നേ? ആ സ്റ്റേറ്റുകളിലൊന്നും കൊടുക്കാൻ കഴിയാത്ത പെൻഷൻ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ കൊടുക്കുന്നേ? അപ്പൊ ചോദിക്കും പറയാ, അത് ഞങ്ങൾ തട്ടേ കാണിച്ചോളാം. നാടക റിഹേഴ്സൽ അടക്കുമ്പോ അഭിനയിക്കാൻ പറയുമ്പോ പറയൂല്ലോ, അത് ഞങ്ങൾക്ക് വേദി കാണിച്ചോളാം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോ കാണിച്ചു തരാന്നാ പറയുന്നത്. കാശ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയേണ്ടത്. LDFന്റെ പ്രകടനപത്രിക വരാൻ പോവുക. LDF നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പണം എവിടുന്ന് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, 2016 വരുമ്പോ പറഞ്ഞു, കിഫ്ബി വിപുലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പണം ഉണ്ടാക്കും. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അതാണ് ഞങ്ങൾക്ക് ഇത്രയും വികസനം നടപ്പിലാക്കാൻ പറ്റിയത്. കോൺഗ്രസിന്റെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന്റെ എല്ലാ അസംബ്ലി സീറ്റിലും 7 കോടി രൂപ വെച്ച് കൊടുത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി, VD സതീശനും കിട്ടി, സണ്ണി വക്കീലിനും കിട്ടി, എല്ലാവർക്കും കൊടുത്തു. അത് എന്തുകൊണ്ടാ? അവരുടെ ആകെ മണ്ഡലങ്ങളിൽ അവർക്ക് നല്ലതുപോലെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ കഴിയുന്നത് ഈ വികസന പ്രവർത്തനം കൊണ്ടാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, പെൻഷൻ മാത്രമാണോ? നിങ്ങൾ ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതി, നിങ്ങൾ പറയുന്ന ബാക്കിയുള്ള 5 കാര്യങ്ങൾ, ഈ 5 കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തൊരു ഓഫറാണല്ലോ, സംസ്ഥാന ഗവൺമെന്റിന് ദുരിതാശ്വാസ നിധി കൊടുക്കണ്ട, എവിടെ ചൂരൽ മലയിൽ പൈസ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണ്ട, അത് പ്രതിപക്ഷത്തിന് തന്നാ മതി, ജനങ്ങൾ ഗവൺമെന്റിന് പണം കൊടുക്കണ്ട. അങ്ങനെ കുറച്ചുപേരെ നിങ്ങൾ വഞ്ചിച്ചല്ലോ, നിങ്ങൾ പൈസ പിരിച്ചല്ലോ. ഈ ചർച്ച തീരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, പിരിച്ച തുക എത്രയാണെന്ന് പറയാവോ? ആപ്പ് എവിടെ പോയെന്ന് പറയാവോ? നിങ്ങൾ അതിനുശേഷം 300 വീട് പറഞ്ഞല്ലോ. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫ ബോട്ടിന്റെ കണക്ക് പറഞ്ഞതുപോലെ, ബാക്കി 1 ലക്ഷം രൂപ എപ്പോ തരുമെന്ന് ചോദിച്ച പോലെ 300 വീടിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു വീട് കൊടുക്കാവോ? പാതി ദേശം ചോദിച്ചു ദുര്യോധനോട്, ഞാനത് പറഞ്ഞോട്ടെ, ഒരു വീട് ചോദിച്ചോ? ഒരു വീടിന്റെ കണ്ടല്ലോ, ചോദ്യങ്ങൾ കൃത്യമാണ്. വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും പൊള്ളയാണ്, ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങൾ. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് വയനാട് ചൂരൽമലയിൽ കണ്ടത്. സ്വന്തം നിലയ്ക്ക് പണം പിരിച്ചു, ജനങ്ങളുടെ മുന്നിൽ ആഘോഷപൂർവ്വം കല്ലിട്ടു, പൊടിയും തട്ടിപ്പോയി.
ഒരു വീട്, അതായത് സർക്കാരിനേക്കാൾ ഞങ്ങൾ മികച്ചതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച അവസരമായിരുന്നു വയനാട്. കാര്യം ഗവൺമെന്റിൽ പൈസ കൊടുക്കരുത്, ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങളാണ് മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യുക എന്ന പ്രചരണം നടത്തിയവർ ആ പണം പിരിച്ചെടുത്തതിന് ശേഷം പണം എവിടെയെന്നോ കണക്കെത്രയെന്നോ ഇതുവരെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താതെ അതുപോലും മുക്കിക്കൊണ്ട് നടക്കുന്ന ടീംസ് ഒരു വീട് വെച്ചിട്ട് അന്തസ്സായിട്ട് സർക്കാരിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ദേ വീട് വെച്ചു. പ്രതിപക്ഷമെന്ന് പറഞ്ഞാൽ ഇതാണ് വാക്ക്. ആ രീതിയിൽ കാട്ടാതെ ടൗൺഷിപ്പ് പൂർത്തീകരിച്ചപ്പോഴും സർക്കാരിന്റെ പദ്ധതിയെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഇതുവരെ കല്ലിട്ടതല്ലാതെ അതിൻ്റെ മുകളിൽ ഒരു കല്ല് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരാണ് ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കുമെന്ന് പറയുന്നത്. അവിടെയാണ് PK ഗോപൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത്. ഇവരുടെ പഴയ പ്രകടന പത്രികകൾ കൂടി എടുത്തൊന്ന് പരിശോധിക്കുക. കൊടുത്ത വാക്ക് അല്ലെങ്കിൽ വാഗ്ദാനം ഏതെങ്കിലും പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് അന്തരീക്ഷത്തിലേക്ക് ഒരു വെടി പൊട്ടിക്കും പോലെ ചില വാഗ്ദാനങ്ങൾ പൊട്ടിച്ചങ്ങ് വിടുക. അത് കേട്ടിട്ട് ചിലർ വന്നങ്ങ് ചാടുകയാണെങ്കിൽ നമുക്ക് ലോട്ടറിയാണ്. അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പാട്ടിലാക്കാനുള്ള തന്ത്രത്തെയാണ് മാതൃഭൂമി ചാനൽ ചർച്ചയിലൂടെ തുറന്നു കാട്ടപ്പെട്ടത്. അവതാരക രക്ഷക പരിവേഷത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജിൻഡോ ജോണിന്റെ അവസ്ഥ പരമദയനീയമായി പോയനെ.